നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് കണ്ടാ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന്? അയ്യോ, ഓഫീസ് പേപ്പേഴ്സിൽ എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചോണ്ടിരിക്കോ? അയ്യോ, ഓഫീസ് പേപ്പേഴ്സ് ആണോ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി കളഞ്ഞേക്കുന്നേ? കഷ്ടായി പോയല്ലോ. എന്ത് പറയാനാ ജാസ്മിൻ, നാനോ വിഷൻ കമ്പനിക്ക് വേണ്ടി ഡീൽ ഓക്കെ ആക്കി സൈൻ ചെയ്ത പേപ്പേഴ്സാ. അയ്യോ, അത് ഓഫീസ് പേപ്പർ ആണെന്ന് അവക്ക് എങ്ങനെ അറിയാം? പാവം. എന്ത് പാവം? ഇത് ഓഫീസ് പേപ്പേഴ്സ് ആണെന്ന് അറിയില്ലെങ്കിലേ അറിയുന്നവരോട് ചോദിക്കണം. വിശാൽ, നീ എന്തിനാ ഈ കടലാസുകൾ ഇവിടെ വെച്ചിട്ട് പോയത്? അച്ഛമ്മേ, മുകളിലെ റൂമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ. എല്ലാം സൈൻ ചെയ്ത പേപ്പേഴ്സ് ആയിരുന്നു. പാർവതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ഞാനും ആന്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ ആന്റി? ഞാൻ ചോദിച്ചിരുന്നല്ലേ, അപ്പച്ചോട് ചോദിച്ചിട്ടല്ലേ ഞാനത് ചെയ്തേ. നിന്നോട് ചോദിച്ചു, അത് ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞു ഈ പേപ്പർ പോയി എടുക്കാൻ. ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ വല്ല പേപ്പർ എടുക്കാനാ. ന്യൂസ് പേപ്പർ ഏതാ ഓഫീസ് പേപ്പർ ഏതാന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ടില്ലടി മണ്ടി. അങ്ങനെയുള്ള ഇവളെയാ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറ്റി ഇരുത്താൻ പോകുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സുശീലേ? നീ കാട് കയറി ചിന്തിച്ചു കൂട്ടണ്ട. അമ്മ അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ. ഈ കടലാസിന് എന്താ കുഴപ്പം? കുറച്ചെണ്ണ പറ്റി, അത്രയല്ലേ ഉള്ളൂ. ഓയിലി ആയിട്ടുള്ള പേപ്പർ കമ്പനിയിൽ പ്രസന്റ് ചെയ്താലേ അവര് നമ്മളെ ചീപ്പായിട്ട് കാണും അച്ഛമ്മേ. നിങ്ങളാരും പാർവതിയെ ആദ്യ പിടിപ്പിക്കണ്ട. വിശാലിനറിയാം എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു വിശാൽ. നീ എന്താണെന്ന് വെച്ചാ ബുദ്ധിപൂർവം ചെയ്യ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. വലിയ ഹോപ്പൊന്നുമില്ല. പാർവതി, ഇനിയെങ്കിലും നീ ഇത്തരം ബുദ്ധിമോശങ്ങൾ കാണിക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്ക. നീ വേസ്റ്റ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ടേ നിന്റെ കണ്ണീര് പോലും തുടയ്ക്കാൻ പറ്റില്ല. ഇതെല്ലാം നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പച്ചി. നീ എന്തൊക്കെ കാണിച്ചാലേ അതിൽ നിന്ന് ഓയിൽ പോവാൻ പോകുന്നില്ല പാർവതി. പറയാൻ പറ്റില്ല ജസ്മിനെ. അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാട്ടി അത് മാറ്റും. മായജാലക്കാരിയല്ലേ. എന്തായാലും പാർവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഒരു വടയെങ്കിലും കഴിക്കൂ വിശാൽ. എനിക്കൊന്നും വേണ്ട. ഇന്നത്തെ ദിവസം പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.